നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. വ്യാജരേഖ ചമച്ച് പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ഇടക്കാല ഉത്തരവ്. കോഴിക്കോട് ജില്ലയിൽ 45 കോടി രൂപയുടെ റെക്കോർഡ് വിറ്റുവരവുമായി കേരള ചിക്കൻ. ഗുണമേന്മയുള്ള കോഴിയിറച്ചി മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ജില്ലയിൽ കുടുംബശ്രീ വഴി നേരിട്ട് ചിക്കൻ വിൽപ്പന ആരംഭിച്ചത്. ദിവസം ശരാശരി 25,000 കിലോ ചിക്കൻ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. 2023-24 സാമ്പത്തിക വർഷം മാത്രം 15 കോടിയുടെ വിറ്റുവരവുണ്ടായി. ഈ വർഷം ഏപ്രിൽ മുതൽ ഇന്നലെ വരെ 8.5 കോടിയുടെ വിറ്റുവരവുമാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇതുവരെ 293 കോടിയാണ് വിറ്റുവരവ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാലിന്യം തള്ളിയാണ് കാക്കൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശൈലേഷ് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മറ്റൊരു വാർഡിലെ മാലിന്യം പുന്നശ്ശേരിയിലെ റോഡരികിൽ ആരോ കൊണ്ടിട്ടത്. ഇത് നീക്കം ചെയ്യണമെന്നും മാലിന്യത്തിൽ നിന്നും ലഭിച്ച അഡ്രസ്സിലെ ആളുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും അധികൃതരെ അറിയിച്ചുവെന്ന് ശൈലേഷ് പറയുന്നു. എന്നാൽ ഇതിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് മാലിന്യച്ചാക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൊണ്ടിട്ടത്. വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യം തരംതിരിക്കുന്നതിനിടെ ലഭിച്ച സ്വർണം ഉടമസ്ഥനു നൽകി ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകയായി. പുറമേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 9 ഹരിതകർമ്മ സേനാംഗങ്ങളായ VM ബീന, ഉഷ എന്നിവർക്കാണ് കീഴമ്പിൽ താഴെ സുജിത്തിന്റെ വീട്ടിൽ വെച്ച് മാലിന്യത്തിന്റെ കൂടെ സ്വർണ്ണ ലോക്കറ്റ് ലഭിച്ചത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ ലഭിച്ച സ്വർണം പഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കുകയും പ്രസിഡന്റ് VK ജ്യോതിലക്ഷ്മി ഉടമസ്ഥർക്ക് കൈമാറുകയും ചെയ്തു. 2 തവണ വിമാനത്താവളത്തിലെത്തിയ ശേഷം ദുബായ് യാത്ര മുടങ്ങിയ യുവതിക്ക് എയർ ഇന്ത്യ 75,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ്. ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റേതാണ് ഉത്തരവ്. പൊന്മള സ്വദേശി പൂവാടൻ അഹമ്മദ് മാജിന്റെ ഭാര്യ ഫിദ നൽകിയ പരാതിയിലാണ് വിധി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം 2 തവണ യുവതിയുടെയും മക്കളുടെയും വിമാനയാത്ര മുടങ്ങുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനികൾ ചേർന്ന് നഷ്ടപരിഹാര തുകയായി 75,000 രൂപയും കോടതി ചെലവായി 5,000 രൂപയും 1 മാസത്തിനകം നൽകാൻ ഉത്തരവിൽ പറയുന്നു. രാമനാട്ടുകര നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹന വിതരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബുഷറ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ K സുരേഷ് അധ്യക്ഷത വഹിച്ചു. മാരക ലഹരി മരുന്നായ 60 ഗ്രാം MDMA-യും 250 ഗ്രാം കഞ്ചാവുമായി ലഹരി കച്ചവടക്കാരിയെ പോലീസ് പിടികൂടി. താമരശ്ശേരി തച്ചമ്പൊയിൽ ഇരട്ടക്കുളങ്ങര പുഷ്പ എന്ന റെജീനയെയാണ് വെള്ളിയാഴ്ച പോലീസ് പിടികൂടിയത്. പുതുപ്പാടി കൈതപ്പൊയിൽ ആനോറമ്മലിൽ വാടക വീട്ടിൽ നിന്നാണ് ഇവർ പിടിയിലായത്. 3 മാസത്തോളമായി വീട് വാടകയ്ക്കെടുത്ത് ഇവർ ഭർത്താവും കൂട്ടാളികളുമൊത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ 1.67 കോടി രൂപയുടെ റോഡ് പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചു. മണ്ഡലത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പ്രവർത്തികൾക്ക് അനുമതി ലഭിച്ചതായും പ്രവർത്തികൾ നല്ല പുരോഗതിയിലാണെന്നും KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA പറഞ്ഞു. TV റീചാർജ് ചെയ്തു കൊടുക്കാത്തതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച ചികിത്സയിലായിരുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ഹരിപ്പാട് മുട്ടം ഏവിളയിൽ ബാബു കല ദമ്പതികളുടെ മകൻ 9 വയസ്സ് പ്രായമുള്ള കാർത്തിക് ആണ് മരിച്ചത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന വഴിയിൽ ഓട്ടോറിക്ഷയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഡ്രൈവർക്ക് ട്രിപ്പിൾ ജീവപര്യന്തം വിധിച്ച് പോക്സോ സ്പെഷ്യൽ കോടതി. വള്ളംകുളം പടിഞ്ഞാറേ മുറിയിൽ കരുവള്ളിപ്പാറ കൊച്ചിത്രയിൽ ബിനു എന്ന് വിളിക്കുന്ന ഷാജിയെ ആണ് പോക്സോ സ്പെഷ്യൽ ജഡ്ജ് ഡോണി തോമസ് വർഗീസ് ട്രിപ്പിൾ ജീവപര്യന്തം തടവിനും 3.5 ലക്ഷം രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ച് വിധി പ്രസ്താവിച്ചത്.
പ്രതി ശിഷ്ടകാലം മുഴുവൻ തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് വിധിയിൽ പ്രത്യേക പരാമർശമുണ്ട്. കഴിഞ്ഞ മാസം വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ വൻ നാശം വിതച്ച വിലങ്ങാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിലച്ചു. ഇറിഗേഷൻ, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പുകളാണ് പുനരധിവാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. നിലവിൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് ഫണ്ട് അനുവദിക്കാത്തതാണ് പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ കാരണമായതെന്നാണ് ലഭിക്കുന്ന സൂചന. മലയാളി യുവാവ് ദുബായിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് നന്നാട്ടുകാവ് സ്വദേശി മിസ്റ്റി ഹെവനസ് വില്ലയിൽ എസ് ആരിഫ് മുഹമ്മദാണ് മരിച്ചത്. അൽമക്തും എയർപോർട്ട് റോഡിൽ ഇന്നലെ രാവിലെയാണ് അപകടം. ഓടിച്ചിരുന്ന ബൈക്ക് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലെ ഡാറ്റാ സയന്റിസ്റ്റാണ് ആരിഫ്. കാർഷിക സർവകലാശാല അധ്യാപകനായിരുന്ന പ്രൊഫസർ ഷരീഫിന്റെയും കൃഷി വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ താജുന്നിസയുടെയും മകനാണ്. സഹോദരൻ ഹുസൈൻ. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിലെ മുൻ മാനേജർ മോഷ്ടിച്ച സ്വർണത്തിന്റെ ഒരു ഭാഗം കണ്ടെടുത്തു. ബാങ്കിൽ നിന്ന് കാണാതായ 26.24 കിലോ സ്വർണത്തിൽ 4.5 കിലോ തമിഴ്നാട്ടിലെ തിരുപ്പൂരിലുള്ള സ്വകാര്യ ബാങ്കിന്റെ 2 ശാഖകളിൽ നിന്ന് കണ്ടെടുത്തു. പ്രതിയായ ബാങ്ക് മാനേജർ മധു ജയകുമാറാണ് സ്വർണം ബാങ്കിൽ പണയപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സ്വർണം പണയം വെച്ചതിൽ നിന്ന് ലഭിച്ച തുകയാണ് ജയകുമാർ ഓൺലൈൻ വ്യാപാരത്തിന് ഉപയോഗിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വടകര പോലീസിൽ നിന്നുള്ള സംഘവും സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ചേർന്നാണ് വീണ്ടെടുക്കൽ നടത്തിയത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.